ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ താമരയുടെ ട്യൂബർ എങ്ങനെയാണ് എടുക്കുന്നത് എന്നാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു ബൗളിൽ നട്ട താമരയിൽ നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വൈറ്റ് താമരയായിരുന്നു. വൈറ്റിന് സൈഡിൽ ചെറിയ പിങ്ക് കളർ വരുന്ന താമരയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇലകളൊക്കെ ഇതുപോലെ ഉണങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ട്യൂബർ ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ട്യൂബർ എടുത്തിട്ട് വേറെ പോട്ടിലേക്ക് മാറ്റി നടണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ട്യൂബർ എടുക്കുന്നതിന് മുൻപായിട്ട് നമ്മളിതിൽ ഗപ്പികളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ഗപ്പികളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഗപ്പികൾ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഈ സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. മണ്ണ് നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്നും പൊട്ടാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒരു വശത്തേക്ക് ചെരിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഇങ്ങനെ മണ്ണോടെ ഇങ്ങനെ പൊക്കിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് പൊക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ടബിനെ ജസ്റ്റ് ഒന്ന് മറ്റേ വശത്തേക്കൊന്ന് ചെരിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ട്യൂബർ എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൽ ട്യൂബറൊന്നും പൊട്ടിപ്പോവാണ്ട് ശ്രദ്ധിക്കണം. നമ്മളിതുപോലെ ട്യൂബർ എടുക്കുമ്പോൾ കയ്യിൽ ഗ്ലൗസ് ഇടുന്നത് നല്ലതാണ്. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കൈ ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകണം. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് ഒന്ന് പൊക്കിയിട്ട് മണ്ണൊക്കെ ഒന്ന് നിലത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ വീഡിയോ എടുക്കുന്നത് മോളായതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ മണ്ണൊക്കെ ഇങ്ങനെ നിലത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇതപ്പം തന്നെ നമുക്ക് അതിൽ ട്യൂബർ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇട്ടിട്ട് ഞാൻ ആ ടബ് ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്നും ചളി ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ട്യൂബറാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ്. അപ്പോൾ ഈ ട്യൂബർ എടുക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ മണ്ണൊക്കെ ഒന്ന് വെള്ളം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ട്യൂബർ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ട്യൂബർ എടുക്കാം. പിന്നെ ഇതിൽ ഇപ്പോൾ ട്യൂബറിലൊക്കെ ചെറിയ മുള വരുന്നുണ്ട്. അപ്പോൾ ആ മുളകളൊന്നും പൊട്ടിപ്പോവാണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. പൊട്ടിപ്പോയാൽ പിന്നെ നമുക്കവിടെ തളിർപ്പുകളൊന്നും വരില്ല. അപ്പോൾ ഞാനിതുപോലെ ട്യൂബർ എത്ര എണ്ണം ഉണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ചളിയൊക്കെ ഏകദേശം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ട്യൂബർ ഒന്ന് ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. ഇത് ഒരു ട്യൂബറാണ് കേട്ടോ. ഇതിൽ മുള വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ്. ഇതിൻ്റെ ഒരു മുള പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 2 മുളകൾ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഇതിൽ വേറെയും ട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ നമുക്ക് ട്യൂബർ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു താമര നട്ടിട്ട് പൂവ് ഉണ്ടായിട്ട് അത് പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതുപോലെ ട്യൂബർ അതിൽ നിന്ന് മാറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എങ്ങനെ ഉണ്ടാവും ട്യൂബർ എന്ന് കാണാൻ എനിക്ക് ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല. യൂട്യൂബിലൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ട്യൂബേഴ്സ് എല്ലാം കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഞാനിത് ഒരു ടബിൽ ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മളിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ട്യൂബർ മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ ഇത് നട്ടാൽ മതി. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.